കല്യാണ വീടുകളിൽ വൈകിട്ട് കിട്ടുന്ന ചായക്ക് ഒരു പ്രത്യേക മണവും രുചിയുമാണല്ലേ. അപ്പോൾ ആ ചായ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചായ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇന്ന് വൈകിട്ട് എന്തായാലും ഇങ്ങനെ ചായ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ എങ്ങനെയാണ് ഈ ചായ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് പാല്, അതായത് പാല് മുഴുവനായിട്ട് എടുക്കുക, വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ ഒരു മീഡിയം തിക്കിലാണ് നമുക്ക് ഈ ചായ കിട്ടുക. ഈ ചായ കുടിക്കാനായിട്ടും ഇങ്ങനെ തന്നെ ടേസ്റ്റ്, ഒരുപാട് കട്ടിയിൽ കുടിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കായും പട്ടയും ചേർക്കണം. അപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കയും ഒരു 2 ചെറിയ പീസ് പട്ടയും എടുത്തിട്ടുണ്ട്. പട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. പട്ടേൻ്റെ അളവ് കൂടിപ്പോകരുത്. ഏലക്കായ കൂടിപ്പോയാൽ കുഴപ്പമില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വലിയ ഏലക്ക ഒക്കെ നിങ്ങൾക്ക് 4 എണ്ണമൊക്കെ എടുക്കാം, 4 എണ്ണം 5 എണ്ണമൊക്കെ എടുക്കാം. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് കുറച്ചാൽ മതി, അത് കളയരുത്. കാരണം അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് പാല് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. പാല് നല്ലതുപോലെ തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കടുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കടുപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ പാലെടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഇതാ ഈ ഒരു അച്ച് ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിന് ഈ ഒരു അച്ച് ശർക്കര മധുരം ഇതിലേക്ക് പാകമാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ചൂടിൽ കിടന്നിട്ട് അങ്ങ് മെൽറ്റായി പൊക്കോളും. നന്നായിട്ട് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലുള്ള തേയിലപ്പൊടിയൊക്കെ നമ്മുടെ ചായയിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ ഏലക്കൻ്റെ അളവ് കുറയ്ക്കേണ്ട എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ശർക്കര ചായയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചായയിൽ മുഴുവനായിട്ടൊരു ശർക്കരേൻ്റെ ഒരു കുത്തുണ്ടല്ലോ, അതാകും വരിക. അപ്പോൾ നമ്മളിങ്ങനെ ഏലക്ക കൂടുതൽ ചേർക്കുമ്പോൾ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ ചായക്ക് കിട്ടുക. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കുക. അപ്പോൾ നല്ല പതയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്പെഷ്യലായിട്ട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകിട്ട് ഉറപ്പായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.